2004 സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ ചേരുമ്പോൾ ഞങ്ങളുടെ റെക്ടറായിരുന്ന പ്രിയപ്പെട്ട ജസ്റ്റിൻ ലോറൻസ് അച്ഛൻ വകുപ്പിട്ട് മുടി ചീകിയിരുന്ന ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റിയത് അച്ഛനെ കണ്ടായിരുന്നു. കാനായിലെ കല്യാണ നാളിൽ എന്ന ഗാനം അച്ഛൻ പാടുന്നതും ബാംഗ്ലൂർ സെമിനാരിയിലെ കഥകളും നാടക കഥകളും ക്ലാസ്സിനിടയിലെ അഭിനയവും തമാശകളുമൊക്കെ ഇന്നോർത്തു. സെമിനാരിയിൽ 1ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ എന്ന പുസ്തകം അച്ഛൻ പഠിപ്പിച്ചതും വരാന്തയിലൂടെ നടന്നുള്ള വൈവ എക്സാമും ഒക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നു. റെഫക്ടറിയിൽ വന്നിരിക്കുമ്പോൾ ആകാംക്ഷയോടെ അച്ഛൻ്റെ തമാശകൾ അല്ലെങ്കിൽ ഒരു ചിരിക്ക് വേണ്ടി കാത്തിരുന്ന കാലം. എക്സാം ആകുമ്പോൾ സ്റ്റഡി ഹാളിൽ വന്ന് പറഞ്ഞു തരുന്നതും ടെറസിന് മുകളിൽ സാഹസികമായി അച്ഛൻ ചെയ്തിരുന്ന ഓരോ ജോലികളും, പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ലീനിങ് ചെയ്യുന്നതും ട്യൂബ് മാറ്റുന്നതും സ്വാതന്ത്ര്യദിനത്തിന് വീതി കുറഞ്ഞ ഷെയ്ഡിൽ പതാക കെട്ടാൻ കയറുന്നതും താക്കോൽ കിലുക്കി വരാന്തയിൽ റോന്തു ചുറ്റുന്നതും താക്കോൽ ശബ്ദം കേട്ട് പലരും വരാന്തയിലൂടെയും സ്റ്റെപ്പിലൂടെയും ഓടുന്ന ശബ്ദവും ദേ കാതിൽ കേൾക്കുന്നു. കുറ്റവാളികളെ കൈയോടെ പൊക്കുന്നതും എന്തെങ്കിലും പണിഷ്മെന്റ് തരുന്നതുമൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ. ഒരിക്കൽ സ്റ്റഡി ഹാളിൽ സംസാരിച്ചപ്പോൾ എന്നെ മുട്ടുകുത്തി നിർത്തി. ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റഡി ഹാളിൽ എന്തിനാണ് മുട്ടുകുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചതും ഞാനും ജെയ്സും ക്ലീറ്റസും വഴക്കുണ്ടായപ്പോൾ പേരക്കമ്പ് കൊണ്ട് ഞങ്ങളെ അടിച്ചു പുറത്താക്കിയതും ചോറ് കഴിക്കാനാകാതെ ചിക്കൻ കറിയുടെ മണമടിച്ച് അടുക്കളയ്ക്ക് പുറത്തു നിന്നതും ഇന്നലെ കഴിഞ്ഞതുപോലെ. 2004 വർഗീസ് അച്ഛൻ്റെ 1500 രൂപയും ഓണപരീക്ഷയുടെ ഉത്തരക്കടലാസും ബസ്സിൽ വെച്ച് ആരോ മോഷ്ടിച്ചപ്പോൾ ഫോണിലൂടെ എന്നോട് പറഞ്ഞ വാക്കുകൾ ദേ വീണ്ടും കാതിൽ കേൾക്കുന്നു. സജീവേ, എന്തോന്ന് 5 പൈസ ആണെങ്കിലും നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് ശ്രദ്ധിക്കണ്ടേ? അസീസി പള്ളിയിൽ അച്ഛൻ ഒരിക്കൽ അർപ്പിച്ച പാട്ടുകുർബാനയും സക്കേബൂസിനെ കുറിച്ചുള്ള പ്രസംഗവുമൊക്കെ ഇപ്പോഴും മനസ്സിൽ. അച്ഛൻ സെയിൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയുടെ ചാപ്പലിൽ വരച്ച പടവും അച്ഛൻ്റെ സുന്ദരമായ കൈ അക്ഷരവുമൊക്കെ എത്രയോ ആരാധനയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഒരിക്കൽ ബൈബിൾ കലോത്സവത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയപ്പോൾ എൻ്റെ കൂട്ടുകാരിയോട്, രേഷ്മ ടീച്ചറിനോട്, സജീവ് എൻ്റെ ശിഷ്യനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞെന്ന് കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞു. കാരണം എലാൻഡി മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായി പ്രസംഗിച്ചപ്പോൾ വാസ്തവത്തിൽ കൊച്ചുവായിൽ ബൈജു അച്ഛനെയും സ്റ്റീഫൻ അച്ഛനെയും അനുകരിച്ച് വലിയ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് മൈനർ സെമിനാരിക്കാരനെ പോലെയും മേജർ സെമിനാരിക്കാരനെ പോലെയും സംസാരിക്കണമെന്നായിരുന്നു. വാസ്തവത്തിൽ മറ്റുള്ളവരെ അനുകരിക്കുന്നതിൻ്റെ ശൈലി മാറ്റുവാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ്റെ ആ വാക്കുകൾ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. രക്തബന്ധത്തെക്കാളും വലുതായതെന്തോ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച സെമിനാരി കാലത്തിനും അവിടുത്തെ മരിക്കാത്ത ഓർമ്മകൾക്കും നന്ദി. ജസ്റ്റിൻ അച്ഛ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങാതിരിക്കുവാൻ ബൈബിൾ പാസേജ് കാണാതെ പഠിച്ച് തെറ്റാതെ രാത്രിയിൽ പറഞ്ഞു കേൾപ്പിക്കുവാനുള്ള ആക്ടിവിറ്റിയും, ആൻഡോ സാറിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും, സ്റ്റീഫൻ അച്ഛൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുവാനുള്ള നിർദ്ദേശവും, റൺ ആൻഡ് മാർട്ടിൻ ക്ലാസ്സുകളും ഹോംവർക്സും, ഫ്രാൻസിസ് അച്ഛൻ്റെ ഇംഗ്ലീഷ് എടുക്കുവാനുള്ള നിർബന്ധവുമൊക്കെ കാലം കാത്തുവെച്ച നന്മകളാണെന്ന് മനസ്സിൽ വിശ്വസിക്കുന്നു. അല്ല, തിരിച്ചറിയുന്നു. ഒരു വട്ടം കൂടി ടൈം മെഷീനിൽ ഒരു യാത്ര പോകണം. ആ പഴയ മോട്ടിഫിക്കേഷൻ ക്ലാസ്സിലേക്ക്. മൂളിപ്പാട്ടം പാടി അച്ഛൻ വരാന്തയിലൂടെ വരുന്നതും തോളത്ത് തട്ടി എന്നോട് ചോദിക്കാറുള്ള ആ പഴയ ചോദ്യം ഒന്നുകൂടി വെറുതെ കേൾക്കണം. ഈ ശിശു ആരായിത്തീരും? പൗരോഹിത്യ ജീവിതത്തിൽ നീണ്ട 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന അങ്ങേക്ക് ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ പ്രാർത്ഥനാശംസകൾ. ദൈവം അങ്ങയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അങ്ങയിലൂടെ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി.